ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഞാനിന്ന് വീണ്ടും വന്നേക്കുന്ന ഒരു അടിപൊളി നാടൻ റോസിൻ്റെ കോംബോ ഓഫറുമായിട്ടാണ്. ഇത് 10 റോസിൻ്റെ കോംബോ ആണ് കേട്ടോ. 10 പ്ലാന്റ്സ് ആണ് നമ്മളിതിൽ കൊടുക്കുന്നത്. എല്ലാം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ്. ഫസ്റ്റ് വന്നേക്കുന്ന ഈ ഒരു റെഡ് ബട്ടൺ റോസാണ് കേട്ടോ. റെഡ് ബട്ടൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ളതാണ്. ഫുൾ ഇങ്ങനെ വിരിയില്ല, ഒരു പകുതി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ടൈപ്പാണ്. നമ്മുടെ മാർഗോ ഗോസ്റ്റ് പോലെയൊക്കെ പകുതി മാത്രം വിരിയുന്ന ടൈപ്പാണ് കേട്ടോ. റെഡ് ബട്ടൺ ആണ് ഐ ഡി വരുന്നത്. കറക്റ്റ് ഐ ഡി അല്ല, ബട്ടൺ റോസിൽ വരും. നമ്മുടെ പിങ്ക് ബട്ടൺ കണ്ടിട്ടുണ്ടാവില്ല, അതിൻ്റെ സെയിം റെഡ് തന്നെയാണ്. പൂക്കൾക്ക് കുറച്ചുകൂടെ വലിപ്പം ഉണ്ടാവും. രണ്ടാമതായിട്ട് ഈ ഒരു റോസാണ്. ഡയമണ്ട് പിങ്ക് എന്നാണ് ഞാൻ പറയുന്നത്. മിനിയേച്ചർ ഡയമണ്ട് പിങ്ക്. ഇതിൻ്റെ കറക്റ്റ് ഐഡിയ അറിയില്ല, പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ പെറ്റൽ അറേഞ്ച്മെൻറ്റ് കൊണ്ടായാലും ആ ഒരു കളർ കോമ്പിനേഷനിലായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നാടൻ റോസിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു റോസാണ് കേട്ടോ. അടിപൊളിയാണ് കാണാനായിട്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സാണ്. നിറയെ പൂക്കും, നിറച്ച് മൊട്ടുകളും പൂക്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്നൊരു വെറൈറ്റിയാണ്. മൂന്നാമതായിട്ട് കോംബോയിൽ വരുന്ന നമ്മുടെ ഹാരമൊക്കെ കെട്ടാൻ യൂസ് ചെയ്യുന്ന റെഡ് കളർ റോസാണ്. മിനിയേച്ചർ റെഡാണ് കേട്ടോ. ഇത് മിനിയേച്ചർ റെഡ് എന്നാണ്. അപ്പോൾ ഫസ്റ്റത് നമ്മുടെ ഡാർക്കായിട്ടുള്ള റെഡാണ്. ഇത് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള റെഡാണ്. മൂന്നാമതായിട്ട് വരുന്ന മിനിയേച്ചർ റെഡ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഏതൊക്കെയാണ് 10 റോസ് നമ്മുടെ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത കോംബോയിൽ നാലാമതായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് സമ്മർ സ്നോ റോസാണ് കേട്ടോ. ഇതേ സമ്മർ സ്നോയുടെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളുണ്ട്. എപ്പോഴും ഗാർഡനിൽ ഫ്ലവറിങ് തരുന്ന 10 പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ ഒരു കോംബോയ്ക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തേക്കുന്നത്. അതായത് എന്നും നമ്മുടെ മുറ്റത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്നും നമുക്ക് പൂക്കൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കോംബോ കൂടെയാണ്. നിത്യവും പൂക്കൾ തരുന്ന, നമ്മുടെ ഒരു തവണ പോലും റെസ്റ്റ് എടുക്കാണ്ട് ഫ്ലവർ തന്നുകൊണ്ടിരിക്കുന്ന പൂക്കളെ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കോംബോ കൂടെയാണിത്. നാലാമതായിട്ട് സമ്മർ സ്നോ റോസാണ്. ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസ്, നേരത്തെ ഒരു പിങ്ക് കാണിച്ചപ്പോൾ അതിൻ്റെ സൈസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ളത് അടുത്തത് ഈ ഓറഞ്ചാണ്. അഞ്ചാമതായിട്ട് ഓറഞ്ച്, നാടൻ ഓറഞ്ചിൻ്റെ തൈകളാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നന്നായിട്ട് ഫ്ലവറിങ് ചെയ്യുന്നതാണ്. അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ്. ഈ വീഡിയോ കാണുന്ന സൈസ് ഉണ്ടാവും ഫ്ലവേഴ്സിന്. അതിൻ്റെ അടുത്തതായിട്ട് നമ്മൾ ആറാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അഹല്യ റോസാണ് കേട്ടോ. സമ്മർ സ്നോ പോലെ തന്നെയാണ് ഈ അഹല്യ റോസ് ഫ്ലവറിങ് ആവുന്നത്. പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. നിറയെ പൂക്കളുണ്ടാവും. എപ്പോഴും പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് ഈ അഹല്യ എന്ന് പറയുന്നത്. സമ്മർ സ്നോയുടെ കാറ്റഗറിയിൽ പെട്ടൊരു റോസ് കൂടെയാണ്. ബേബി പിങ്ക് ഷെയ്ഡിലായിരിക്കും വരുന്നത്. നെക്സ്റ്റ് ഡേ ഒക്കെ ആകുമ്പോൾ വൈറ്റിലോട്ട് ചേഞ്ച് ആവുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ അഹല്യ റോസാണ് കോംബോയിൽ ആറാമതായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന റോസ്. ഏഴാമതായിട്ട് നമ്മൾ കോംബോയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു യെല്ലോ മിനിയേച്ചറാണ് കേട്ടോ. ഈ മിനിയേച്ചർ യെല്ലോ ആണ് കോംബോയിൽ ഏഴാമതായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. മിനിയേച്ചർ യെല്ലോ ആണ്. നല്ലതുപോലെ ബ്ലൂം ചെയ്യും. ഒരു യെല്ലോയും വൈറ്റും കോമ്പിനേഷനിലാണ് ഇത് ഫ്ലവറിങ് ആവുന്നത്. വിരിയുന്ന സമയത്ത് ചെറിയൊരു സെൻറ്റർ പോർഷനിലൊരു യെല്ലോയും ചുറ്റിനും വൈറ്റും ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് ഡേ ആകുമ്പോൾ ചിലപ്പോൾ ഫുള്ള് വൈറ്റിലോട്ടാവും, ചില സമയത്ത് ഫുള്ള് യെല്ലോയിലോട്ടും കൺവെർട്ട് ആവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിരിഞ്ഞ് സെക്കൻഡ് ഡേ തേർഡ് ഡേ ഒക്കെ ആയ ഫ്ലവറാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അതിലൊരു ഇടയ്ക്കൊരു മുട്ട കണ്ടിട്ടുണ്ട്, ഒരു വൈറ്റ് കളറിലൊരു മുട്ട ഉണ്ട്. അപ്പോൾ ചില സമയത്ത് പല രീതിയിലായിരിക്കും ഫ്ലവറിങ് ആവട്ടെ. എട്ടാമതായിട്ട് കാശ്മീരി റോസാണ്. കാശ്മീരി റോസ് ഇതിങ്ങനെ കൊലകൊലയായിട്ട് ഫ്ലവറിങ് ആവുന്ന വെറൈറ്റിയാണ് ഈ കാശ്മീരി റോസ് എന്ന് പറയുന്നത്. നല്ലപോലെ ബ്ലൂം ചെയ്യും. അത്യാവശ്യം നല്ല ഫ്ലവറിങ് കപ്പാസിറ്റി ഉള്ളൊരു പ്ലാന്റാണ്. ഈ ഒരു കോംബോയുടെ പ്രത്യേകതയും സെയിം തന്നെയാണ്. നിറയെ പൂക്കും. എന്നും പൂക്കൾ തരാനായിട്ട് കഴിവുള്ള പ്ലാന്റ്സ് മാത്രം സെലക്ട് ചെയ്തിട്ട് കൂടെ ഉള്ളൊരു നാടൻ റോസിൻ്റെ കോംബോ ആണ് കേട്ടോ. എട്ടാമത്തതായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കാശ്മീരി റോസാണ്. അപ്പോൾ ഓരോ റോസായിട്ട് എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ കാശ്മീരി റോസാണ് കോംബോയിൽ എട്ടാമതായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പിന്നെയുള്ള 2 റോസ് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. പിന്നെന്താ, കോംബോയുടെ പ്രൈസ് വരുന്നത് 880 രൂപ, ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ്. DTDCയുടെ ചാർജ് ഉൾപ്പെടെയാണ് ഈ ഒരു എമൗണ്ട് വരുന്നത്. 10 പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം 2 കിലോ അടുപ്പിച്ച് കൊറിയർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കൊറിയർ ചാർജ് തന്നെ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ കൊറിയർ ചാർജ് അടക്കം 880 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ചെയ്യേണ്ടത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് 10 റോസിൻ്റെ കോംബോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ബഡ് റോസിൻ്റെ കോംബോ 700 ആണ് കേട്ടോ വരുന്നത്.
പിന്നെയുള്ളത് ദേ 9ാമത്തത് പിങ്ക് ബട്ടൺ റോസാണ്. പിങ്ക് ബട്ടൺ റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമ്മുടെ കോംബോയിൽ കൊടുക്കുന്നത് കേട്ടോ. അടിപൊളിയാണ്, നിറയെ പൂക്കളും മൊട്ടുകളോട് കൂടിയ തൈകളാണ്. ഇന്നും നാളെയുമായിട്ടൊക്കെ ഓർഡർ ചെയ്യുന്നവർക്ക് നെക്സ്റ്റ് ഡേ തന്നെ ഡിസ്പാച്ച് ഉണ്ടാവും. ഉടനെ തന്നെ നമ്മുടെ പുതിയ ലോഡ് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഇത്രയും ദിവസം ഓർഡർ ചെയ്ത എല്ലാവർക്കുമുള്ള പ്ലാൻസ് അയക്കും. ഇന്നും നാളെ ആയിട്ട് ഓൾമോസ്റ്റ് ഓർഡർ ചെയ്ത മിക്ക പേർക്കും നമ്മൾ സ്പീഡ് ആൻഡ് സേഫ് വഴിയിട്ട് കൊറിയർ അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കോംബോ ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഒത്തിരി നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. നമ്മൾ 15 വർക്കിംഗ് ഡേയ്സാണ് സാധാരണ പറയുന്നതെങ്കിലും നമ്മളൊരു 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ പ്ലാൻസ് അയക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ നിങ്ങൾക്കുള്ള പ്ലാൻസ് നിങ്ങളിലേക്ക് എത്തിച്ചു തരും. അടുത്തതായിട്ട് 10ാമതായിട്ട് കരിഷ്മ റോസാണ്. അപ്പോൾ നമ്മുടെ കോംബോയിലുള്ള 1 മുതൽ 10 വരെയുള്ള റോസസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓരോന്നിൻ്റെയും നെയിം അറിയാവുന്നതുള്ള നെയിം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ചെയ്യേണ്ടത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് നാടൻ റോസ് 10 നാടൻ റോസിൻ്റെ കോംബോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോംബോ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ കൊറിയർ ചാർജ് അടക്കം 880 രൂപയാണ് നമ്മുടെ കോംബോ പ്രൈസ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അടിപൊളി ഒരു കോംബോ ഓഫറാണ്. ബിഗിനേഴ്സിനായാലും ഇപ്പോൾ പ്ലാൻസൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും, നാടൻ റോസൊക്കെ കളക്ട് ചെയ്യുന്നവർക്കായാലും പറ്റിയൊരു ചോയ്സാണ്. അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ഇടുക കേട്ടോ. താങ്ക്